ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ വീണ്ടും ഞങ്ങളുടെ തിരുവാതിരയുടെ പ്രാക്ടീസ് അല്ല കേട്ടോ, തിരുവാതിര പ്രോഗ്രാമിംഗ് ഉണ്ട്. ഇന്ന് നമ്മുടെ തിങ്കളാഴ്ച ശ്രീകൃഷ്ണ ജയന്തിയാണ് കേട്ടോ, 26-ാം തീയതി ശ്രീകൃഷ്ണ ജയന്തിയാണ്. അപ്പോൾ അത് പ്രമാണിച്ച് നമ്മുടെ ഇവിടെ അടുത്ത് തന്നെയാണ് കോവളത്തൊരു ഞങ്ങളുടെ പ്രോഗ്രാം ഉണ്ട്. തിരുവാതിരയുണ്ട്, കോൽകളിയുണ്ട്, 2 ഡാൻസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് പോകണം. ഇപ്പോൾ ഏകദേശം ഒരു 6 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. ഇപ്പോൾ ഒരു 4 മണിയായി. ഇപ്പോൾ റെഡി ആയാലേ സാരി കൊടുത്തിട്ട് കുറേ ദിവസമായി. ഇനി അതൊക്കെ നോക്കണം. ഇപ്പോൾ റെഡി ആയാൽ മാത്രമേ ഞാൻ 6 മണിയാകുമ്പോഴത്തേക്ക് ഇറങ്ങത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ റെഡിയായി തുടങ്ങണം. അപ്പോൾ നമുക്കാദ്യം റെഡി ആവാം. പിന്നെ അവിടെ ചെന്നിട്ടുള്ള കുറച്ച് വീഡിയോസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്കതിലേക്ക് കിടക്കാം. എൻ്റെ കൂടെ വായോ. ഫസ്റ്റ് തന്നെ ഞാൻ കുറച്ച് മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും കളിക്കുന്നത് നല്ല വേർക്കും, നന്നായിട്ട് മേക്കപ്പ് എല്ലാം ഒഴുകിപ്പോകാൻ നന്നായിട്ട് സാധ്യതയുണ്ട്. അപ്പം ഞാൻ മോയ്സ്ചറൈസർ നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രൈമറൊക്കെ ഇട്ട് എല്ലാം സെറ്റ് ചെയ്താലും വലിയ ഇതൊന്നും വെച്ചൊന്നുമില്ല. എന്നാലും ഞാൻ സാധാരണ ഇടാറില്ല പ്രൈമർ. എന്നാലും പ്രൈമറും ഞാൻ നന്നായിട്ട് ഇടുന്നു. ഒന്ന് ലോക്കാവട്ടെ, മേക്കപ്പ് ഒന്ന് ലോക്കാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ പ്രൈമർ ഇട്ട് കൊടുത്തേ. അങ്ങനെ പ്രൈമർ ഇട്ട് കൊടുത്തിട്ട് സെറ്റിംഗ് സ്പ്രേ അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. സെറ്റിംഗ് സ്പ്രേ മുന്നേ ഒന്ന് അടിച്ചു കൊടുത്തു, ശേഷം ഒന്ന് അടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. മുന്നേ ഒന്ന് നന്നായിട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫൗണ്ടേഷൻ അതൊന്ന് സെറ്റായിട്ട് കളർ കറക്റ്ററാണ്. ഏത് ഫൗണ്ടേഷൻ അല്ല, കളർ കറക്റ്റർ കുറച്ച് മാർക്സ് ഉണ്ടായിരുന്നു, അഗ്നി മാർക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കവറാവട്ടെ എന്ന് വിചാരിച്ചിട്ട് സാധാരണ ഇങ്ങനത്തെ വരുമ്പോഴത്തേക്കും ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ നോർമലായിട്ട് ചെയ്യത്തുള്ളൂ. കളർ കറക്റ്റർ ഒന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് നമ്മൾ അൺഈവനായിട്ടുള്ള സ്കിന്നിലൊന്ന് കളർ കറക്റ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ ഇത്തിരി കൂടുതൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഡാൻസ് കളിക്കുന്നതല്ലേ, അപ്പോൾ നമ്മുടെ ലൈറ്റിലൊക്കെ നിൽക്കുമ്പോഴത്തേക്കും ഒന്നിത്തിരി വേണം. പിന്നെ കുറച്ച് കോമ്പാക്ട് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫൗണ്ടേഷൻ സാധാരണേക്കാളും 2 to 3 ലെയർ കൂടുതൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കോമ്പാക്ട് പൗഡറും അതും എല്ലാം കൂടെ ഒന്ന് ലോക്കാകാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. ഒന്ന് ലോക്കാവട്ടെ. എല്ലാ ദിവസവും സാധാരണ ഞാൻ കോമ്പാക്ട് പൗഡർ അങ്ങനെ യൂസ് ചെയ്യാറില്ല. എനിക്ക് ഈ മാറ്റ് ഫിനിഷ് അത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് കോമ്പാക്ട് ഉപയോഗിക്കാറില്ല. എന്നാലും ഞാൻ ഇതിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഐബ്രോ അതേപോലെ തന്നെ കുറച്ചിത്തിരി കൂടുതലായോ എന്നൊരു സംശയം. പിന്നെ കുഴപ്പമില്ലാന്ന് തോന്നി, പക്ഷേ ഇത്തിരി കൂടുതൽ വേണമെന്ന് പിന്നീട് തോന്നിയായിരുന്നു. കുറച്ചുകൂടെ ആവായിരുന്നു എന്ന് തോന്നിയായിരുന്നു. പിന്നെ ഐബ്രോ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇതേപോലെ കാജലും എല്ലാം നമ്മൾ ഈ ഡാൻസ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു പൊടി മുന്നിൽ നിൽക്കണമല്ലോ എന്നെല്ലാം. അങ്ങനെ കുറച്ചെല്ലാം ഒന്ന് കൂടുതൽ ഇട്ടുകൊടുത്തത്. എന്നാലും നമ്മുടെ ഈ ഫോണിൽ കാണുന്നതിനുമ്പോഴത്തേക്ക് ഒരു വ്യത്യാസമുള്ളത് കൊണ്ട് ഞാൻ മിററിൽ നോക്കി പോയാണ് കേട്ടോ. അതേപോലെ നമ്മുടെ സ്ഥിരം ഐറ്റം ഇൻസൈറ്റ് എനിക്ക് ഒരുപാട് ലിപ്സ്റ്റിക് ഉണ്ട് കേട്ടോ. ഞാൻ എന്നും ഇത് മാത്രമേ ഇടാറുള്ളൂ, വേറെ ഉണ്ട്. അങ്ങനെ പിന്നെ വീണ്ടും സെറ്റിംഗ് സ്പ്രേ നന്നായിട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം കൂടുതലൊന്നും അടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് സെറ്റാവുമായിരിക്കും എന്ന് പ്രതീക്ഷിച്ചത്. എന്നാലും ഡാൻസ് കളിച്ചപ്പോഴത്തേക്ക് എല്ലാം ഒഴുകി പോയോട്ടോ, അത് വേറെ കാര്യം. എന്നാലും എൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാം ഒന്നും ഇട്ട് കൊടുത്തിട്ടുണ്ട്. സെറ്റിംഗ് സ്പ്രേ ഒക്കെ എല്ലാം ഇട്ട് എല്ലാം സെറ്റായിന്ന് തോന്നുന്നു. എൻ്റെ കാഴ്ചപ്പാടിൽ സെറ്റായി തോന്നുന്നു. പിന്നെ ഹെയർ ചെയ്യണം. ഹെയർ നമ്മൾ എക്സ്റ്റൻഷൻ, അതായത് പിന്നി കെട്ടിയാണ് കേട്ടോ ചെയ്യുന്നത്. കുറേ ദിവസമായി ഇതൊക്കെ അങ്ങനെ തന്നെ അന്നെടുത്ത് വെച്ച സാധനങ്ങളാണ്. പിന്നെ പിന്നി നമ്മൾ ബോക്സിനകത്ത് വയ്ക്കുമ്പോൾ നമുക്ക് എളുപ്പമുണ്ട്. അതിങ്ങനെ അഴിച്ച് വയ്ക്കുന്നതിനേക്കാളും നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട് ഇങ്ങനെ പിന്നി വയ്ക്കുന്നതാണ്. പിന്നെ ഫ്രണ്ടിലത്തെ പോർഷൻ മാത്രം കുറച്ചൊന്ന് സ്ട്രെയിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് നമ്മൾ ബാക്ക് കോമ്പ് ചെയ്തിട്ട് സെറ്റ് ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഫ്രണ്ടിലത്തത് മാത്രം ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ സാരി കൊടുത്തായിരുന്നു കേട്ടോ. സാരിയൊക്കെ കുറച്ച് സമയം കൊടുത്തു വന്നപ്പോഴത്തേക്ക് നമ്മുടെ സെറ്റും മുണ്ടും ഇതാണ് ബ്ലൗസ്. നമ്മുടെ ഇന്നത്തെ കോസ്റ്റ്യൂം ഇതായിരുന്നു കേട്ടോ. പിന്നെ സെറ്റും മുണ്ടും അത്യാവശ്യം കുഴപ്പമില്ലാതെ കൊടുത്തും തോന്നുന്നു. ടച്ചൊക്കെ വിട്ടുപോയിരിക്കുകയായിരുന്നു. നമ്മൾ വലുതായിട്ട് അങ്ങനെ ഒന്നും ഉപയോഗിക്കാറില്ലല്ലോ, അതുകൊണ്ട് ഇപ്പോൾ കുറേ നാളായതുകൊണ്ട് കുഴപ്പമില്ലാണ്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് മാത്രം ജസ്റ്റ് ഒന്ന് ഞാൻ ഒന്ന് സ്ട്രെയിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്ക് കോമ്പ് ചെയ്തിട്ട് നമ്മൾ നോർമൽ കെട്ടുന്ന രീതിയിൽ തന്നെയാണ് കെട്ടിയത്. ഇത് എന്തായാലും പ്രത്യേകിച്ചൊന്നും ചെയ്യാനുള്ള സമയമില്ലായിരുന്നു, കാരണം അവരൊക്കെ അവിടെ നിന്ന് ഇറങ്ങിയത്. എനിക്ക് ഇവിടുന്ന് നേരെ കോവളത്തിൽ എത്തിയാൽ മതി. ഞങ്ങളുടെ വീടിന് അടുത്തായതുകൊണ്ട് അവരൊക്കെ അവിടെ നിന്ന് വണ്ടിയൊന്നും തിരിച്ചു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു ടെൻഷൻ കയറി. അങ്ങനെ പിന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ചെയ്ത് വെച്ചിട്ട് പോയാൽ മതി എന്നായിരുന്നു. പിന്നെ ഫ്രണ്ടിൽ സ്ട്രെയിറ്റ് ബോബ് എടുത്തിട്ട് എക്സ്റ്റൻഷൻ വയ്ക്കാനുള്ള തത്രപ്പാടാണ് കേട്ടോ. ഇത് എൻ്റെ ഹെയറും ആ ഹെയറും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ആ എക്സ്റ്റൻഷനും നമ്മുടെ ഹെയറുമായിട്ട് ഒന്ന് നന്നായിട്ട് ലോക്ക് ചെയ്ത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്നുള്ളൂ, കാരണം നമുക്ക് നന്നായിട്ടൊന്ന് ഇളകുന്നതല്ലേ. അത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടിയിട്ട് പിന്നി നമ്മുടെ ഹെയറും എക്സ്റ്റൻഷൻ്റെ ഹെയറും കൂടിയിട്ട് നന്നായിട്ട് പിന്നി കൊടുക്കുന്നുണ്ട്. അത് രണ്ടും കൂടിയിട്ട് ഒന്ന് നല്ല ടൈറ്റ് ചെയ്തിട്ട് തന്നെ പിന്നി വെച്ച് കൊടുത്തിട്ട് പൂ വയ്ക്കേണ്ടതുണ്ട്. കുറച്ചധികം തന്നെ പൂ വയ്ക്കുന്നുണ്ട്. പൂ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്ലാസ്റ്റിക് പൂവാണ് കേട്ടോ. നമ്മുടെ നമ്മൾ സാധാ പൂ വാങ്ങിക്കാറില്ല, ഞങ്ങൾ വാങ്ങിച്ച് വെച്ചിട്ടുള്ള പൂ തന്നെയാണ്. അങ്ങനെ പൂവും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതേ നമ്മുടെ ബ്ലൗസിൻ്റെ കളറും നമ്മുടെ സാധാ
പിച്ചിപ്പൂ അത് വേണം കേട്ടോ യൂസ് ചെയ്തത്. പിന്നെ നമ്മുടെ ജിമുക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചോക്കർ കാശിമല, ചോക്കർ കാശിമല റെഡ് വള, അതാണ് ഇന്നത്തെ കോസ്റ്റ്യൂം വരുമ്പോഴത്തേക്ക്. അങ്ങനെ ചോക്ക് ടെൻഷനും എല്ലാം കൂട്ടിയിട്ട് വരുമ്പോഴത്തേക്ക് കമ്മലൊന്നും ഇളകി വരുന്നുമില്ല. പിന്നെ ഈ ചോക്കർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പൊട്ടൊക്കെ അത്യാവശ്യം വലിയ സൈസാണ് കേട്ടോ. എനിക്ക് വലിയ താല്പര്യമില്ല പൊട്ടിനോടും, എനിക്കൊട്ടും ചേരത്തില്ല കേട്ടോ ഈ പൊട്ട് വയ്ക്കുമ്പോഴത്തേക്ക്. എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള കാര്യം. ഇപ്പം നമുക്ക് ലുക്ക് കാണാം അല്ലേ, ഇതാണ് കേട്ടോ ഫുൾ ലുക്ക് വരുമ്പോഴത്തേക്കും. എല്ലാം കൂട്ട് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. എനിക്ക് നോർമലി എനിക്ക് ഈ ഒരു വലിയ ഇഷ്ടമല്ല. ഈ ഒരു മൊത്തത്തിലുള്ള ലുക്ക് വരുമ്പോഴത്തേക്ക് കാശിമാലയും ഗോൾഡും എല്ലാം കൂട്ട് വരുമ്പോഴത്തേക്കുള്ള ലുക്ക് വലിയ ഇഷ്ടം. നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടമായി? എനിക്ക് വലിയ താല്പര്യമില്ല ഈ ലുക്കിനോട്. അതുകൊണ്ട് ഞാൻ വലിയ ഫോട്ടോസ് വലുതായിട്ട് അങ്ങനെ എടുക്കാറില്ല. ജസ്റ്റ് ഇത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാത്രമേ ഇങ്ങനെ എടുത്തുവെന്നേ ഉള്ളൂ. വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. അവർക്കാണോ പൊട്ടാണോ തോന്നുന്നു അല്ലേ, വലിയ ഇത് ഫേസ് ഇങ്ങനെ തോന്നിക്കുന്നത്. അപ്പം നമ്മൾ കാറിലാണ് കേട്ടോ പോയത്. അനിയനും വൈഫും വന്നായിരുന്നു. അവർ കൂടെ കാറിലായിരുന്നു. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഏകദേശം പേര് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. രണ്ടോ മൂന്നോ പേര് ഓൺ ദ വേ ആയിരുന്നു. ബാക്കി എല്ലാ പേരും എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂട്ടി ഒരു 12 പേരുണ്ടായിരുന്നു. അപ്പോൾ ഘോഷയാത്ര എത്തിയ ഉടനെ നമ്മുടെ ഡാൻസ് തുടങ്ങണം. ഘോഷയാത്ര എത്തി. ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ ടീം എന്ന് പറയുമ്പോഴത്തേക്ക്. എൻ്റെ അനിയത്തി ഉണ്ട്, അതായത് മാമൻ്റെ മോളുണ്ട്, അതാണ് അവൾ. പിന്നെ ബാക്കി കുറേ പേര് ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചവരാണ്. എൻ്റെ ഫ്രണ്ട്സ് കൂടുതൽ പേരും എൻ്റെ കൂടെ സ്കൂൾ തൊട്ടേ പഠിച്ചവരായിരുന്നു. പിന്നെ അനിയൻ്റെ വൈഫ് ഉണ്ടായിരുന്നു, നമ്മുടെ പുതു കപ്പിൾസ്, നമ്മളെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞു കുട്ടികളുടെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞു പിള്ളേരുടെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഉറിയടി, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഞങ്ങളുടെ പ്രോഗ്രാമാണ്. പിന്നെ ഈ കോഴിക്കളി തിരുവായ ശേഷം ഹരിവരാസനം അതോ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ ഡാൻസ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം വീട്ടിലേക്ക്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഉറിയടി കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ പോയില്ല, ഫുഡ് കഴിക്കാൻ പോയായിരുന്നതിന് ശേഷം. ഇത് ഞങ്ങളുടെ ടീം മെമ്പേഴ്സാണ്. പിന്നെ അതിനുശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. ഞാൻ അവിടെ വെച്ചിട്ട് തന്നെ പൊട്ടും ഓർണമെൻറ്റ്സും പിന്നലും എല്ലാം അഴിച്ചു മാറ്റിയായിരുന്നു കേട്ടോ. പുറത്തോട്ട് പോയതുകൊണ്ട് പിന്നെ എല്ലാം അഴിച്ചു മാറ്റിയപ്പോൾ ഫുഡ് കഴിക്കാൻ പോയത് വിസ്മയ ഹോട്ടൽ, കട്ടച്ചക്കുട്ടി. വേണ്ടത്തുള്ളവർക്ക് അറിയായിരിക്കും, അവിടുത്തെ ചിക്കൻ പെരട്ടും പുട്ട് ഫേമസ് ആണ് കേട്ടോ. ഞങ്ങൾ 6 പേരുണ്ടായിരുന്നു. ഞങ്ങളുടെ അനിയനും പിന്നെ അവൻ്റെ വൈഫും പിന്നെ ഹസ്ബൻഡിൻ്റെ അനിയനും എല്ലാവരും കൂട്ടായിരുന്നു. 3 പേര് ഇരിപ്പിട്ട് അവരാദ്യമേ വന്ന് സീറ്റ് പിടിച്ചായിരുന്നു. പിന്നെ അവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പുറത്തോട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ. നല്ല രസമാണ് അവിടെ രാത്രി ആ വൈബ് അടിച്ചിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ പുട്ടാണ് കേട്ടോ പറഞ്ഞത്, പുട്ടും ചിക്കൻ പെരട്ടുമാണ് പറഞ്ഞത്. പക്ഷേ എന്താണെന്ന് അറിയത്തില്ല, ഇപ്രാവശ്യം ചിക്കൻ പെരട്ട് വലിയ നോർമൽ ഉണ്ടായിരുന്നതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. ഷെഫ് മാറിയിട്ടാണോ എന്ന് അറിയത്തില്ല. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെയൊക്കെ ഫുഡൊക്കെ കഴിച്ചു. കുറേ നേരം ഇരുന്നു കേട്ടോ, കാര്യമൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ വീട്ടിലേക്ക് പോയത്.
മയത്തിലൊക്കെ എടുക്കുന്നത് ക്ലാവ് കവറൊക്കെ ആയിട്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ക്ഷീണം കാരണം പിന്നെ വീട്ടിലെത്തിയിട്ട് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നാളെ കാണാം. ബൈ.